നമസ്കാരം. കേരളത്തിൽ ആദ്യമായി പിണറായി വിജയനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യത്തെ പത്രപ്രവർത്തകൻ ആരാണെന്ന് വെച്ചാൽ അത് ഞാനാണ് എന്ന് എല്ലാവർക്കും കേരളത്തിൽ അറിയാം. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ അഴിമതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് 2005 ഫെബ്രുവരിയിലൊക്കെ ക്രൈമിൽ ഞാൻ പ്രസിദ്ധീകരിച്ചത്. അതിനെ തുടർന്നാണ് മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ, അതായത് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിക്കുകയും അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ജീവനക്കാരെ മർദ്ദിക്കുകയും കൂടാതെ അവിടെ നിന്ന് ലാവ്ലിൻ കേസിൻ്റെയും അത് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെയും രേഖകളെല്ലാം കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുള്ളത്. അന്ന് മുതൽ തുടങ്ങിയ യുദ്ധമാണ്. എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. പിന്നീട് ഞാനത് CBI എൻക്വയറിക്ക് കൊടുക്കുന്നു. CBI അന്വേഷണത്തിന് ഡിക്ലെയർ ചെയ്യുന്നു. അതിൽ പിണറായി വിജയൻ പ്രതിയാകുന്നു. ആ അട്ടിമറിക്കാൻ പിണറായി വിജയൻ കോടതിയിൽ പോലും അട്ടിമറി സൃഷ്ടിക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് കേസ് നിൽക്കുന്നത്. അന്ന് മുതൽ ഡെമോക്രാസിൻ്റെ വാള് പോലെ പിണറായി വിജയൻ്റെ തലയിൽ തൂങ്ങിക്കിടക്കുന്നൊരു സംഭവമാണ് ലാവ്ലിൻ കേസ്. 100 കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന നവരത്ന സ്ഥാപനം നടത്തേണ്ട ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ വിദ്യുച്ഛക്തി പദ്ധതികളുടെ നവീകരണവും പുനരുദ്ധാരണവും പിണറായി വിജയൻ അത് ലാവ്ലിൻ എന്ന് പറയുന്ന ഇടനിലക്കാരായ ഒരു കമ്പനി പോലും അല്ലാത്ത കനേഡിയൻ സ്ഥാപനത്തിന് 278 കോടി രൂപയ്ക്കാണ് കരാർ കൊടുത്തത്. അതേപോലെ തന്നെ 98.3 കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഡൊണേഷൻ കൊടുക്കാമെന്നുള്ള കണ്ടീഷനിൽ എഗ്രിമെൻ്റ് ഒപ്പിട്ടിരുന്നു. അതിൽ 12 കോടി രൂപ മാത്രമാണ് വന്നത്. ബാക്കി 75 കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരുള്ള കമ്പനിയിലേക്കാണ് പോയത്. ഇതാണ് കേരളത്തിൽ ആദ്യമായി പിണറായി വിജയനെതിരെ വന്ന വാർത്ത. മിക്ക പത്രപ്രവർത്തകരും ഉണ്ട്, കേരളത്തിലെ വലിയ പത്രസ്ഥാപനങ്ങളുണ്ടെങ്കിലും ക്രൈം എന്ന പ്രസിദ്ധീകരണമാണ് സധൈര്യം ആ വാർത്ത പ്രസിദ്ധിച്ചത്. അങ്ങനെ പ്രസിദ്ധിച്ചാൽ പിന്നെ ആളുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ TP ചന്ദ്രശേഖരൻ വധത്തിലൂടെ തെളിയിച്ചിട്ടുള്ളത്. പിണറായി വിജയനെതിരെ മിണ്ടുന്നവരെ കൊന്നൊടുക്കുക, വർഗവഞ്ചന എന്ന് വിളിക്കുക, സാമൂഹ്യദ്രോഹി എന്ന് പറയുക, മഞ്ഞപ്പത്രക്കാരെന്ന് പറയുക, ബ്ലാക്ക് മെയിലർ എന്ന് വിശേഷിപ്പിക്കുക, അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക, ഇതാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരുന്ന രീതി. എന്നാൽ അതൊക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയൻ്റെ മകളും ഇപ്പോൾ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അന്ന് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു പിണറായി വിജയനെതിരെ പോരാടാൻ എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, പിണറായി വിജയൻ്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അത് തുടർന്നുള്ള ഒരു അന്വേഷണത്തിന് കാരണമായി തീർന്നു. അവരുടെ പിണറായി വിജയൻ്റെ മകളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകൾ നമ്മളെയൊക്കെ നടുക്കുന്നതാണ്. 10,000 കോടി രൂപയുടെ ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മൊബൈലിലുള്ളത്. ഇതേപോലെ ലോക്കർ പരിശോധിക്കാൻ പോവുകയാണ്. വിദേശത്ത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് അക്കൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം ഞാനാണ് ആദ്യമായിട്ട് എൻ്റെ കൈവശമാണ് കിട്ടുന്നതെങ്കിൽ അത് പിണറായി എന്നെ കള്ളക്കേസിൽ കുടുക്കി എന്നെ അറസ്റ്റ് ചെയ്ത് ഓഫീസും വീടും റെയ്ഡ് ചെയ്ത സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോയ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം. 10,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപത്തിൻ്റെ വിവരങ്ങളാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള പിണറായി വിജയൻ അതെല്ലാം അങ്ങനെ എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്താൽ അതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവസാനിച്ചു എന്ന് കഴിയുന്നിടത്താണ് ഷോൺ ജോർജ് ഇതെല്ലാം സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുന്നത്. ഇപ്പോൾ വിദേശ മന്ത്രാലയത്തിൻ്റെ പെർമിഷൻ നേടിയിരിക്കുന്നു അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ട് പരിശോധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വരുന്നത്. അതായത് പിണറായി വിജയൻ്റെ മകൾക്ക് വിദേശത്തുള്ള അക്കൗണ്ടുകളെല്ലാം പരിശോധിക്കാൻ ഇപ്പോൾ കേന്ദ്ര എൻഫോഴ്സ്മെൻറ്റ് കേന്ദ്ര വിദേശ മന്ത്രാലയത്തിൻ്റെ സഹായം തേടിയിരിക്കുന്നു. മുമ്പ് ഇതൊക്കെ അന്വേഷിക്കാൻ പോയപ്പോൾ വിദേശത്തുള്ള നമ്മുടെ യൂസഫ് അലിയാണ് തടസ്സമായി നിന്നത് എന്നുള്ളതാണ് വാർത്ത പുറത്തു വന്നത്. അദ്ദേഹം അമിത്ഷായുമായുള്ള ബന്ധവും നരേന്ദ്രമോദിയുമായുള്ള ബന്ധവും ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് തടസ്സമായി നിന്നത്. എന്നാൽ നമുക്കറിയാം, അതേ പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂർ കണ്ണൂരും കോഴിക്കോടുമെല്ലാം വീട് റെയ്ഡ് ചെയ്തപ്പോൾ CPM ഗുണ്ടകൾ ആക്രമിക്കുകയും അവർ എൻഫോഴ്സ്മെൻറ്റിൻ്റെ വണ്ടി തകർക്കുകയും അതിൽ പരിക്കേൽക്കുകയും ചെയ്തതോടെ എൻഫോഴ്സ്മെൻറ്റ് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതികളായ കുറേ ആളുകൾ അവർ ദിവസേന അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്.
അവരെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി തെളിവെടുക്കുകയാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ പാവം എന്ത് ചെയ്യാൻ പറ്റും? പിണറായി വിജയനും അതേപോലെ ഗോവിന്ദനും എല്ലാം പറയുന്നത് കേട്ട് എടുത്തു ചാടി അവസാനം ഇവരെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയാണ്. വീട്ടുകാർ കുടുങ്ങി, 300 പേരുടെ വീട്ടുകാർ കുടുങ്ങി, അല്ലാതെ വേറൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇവർ സാധാരണ അണികൾ പോലും പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ ഭയങ്കര ഇളക്കം സംഭവിച്ചിരിക്കുന്നു. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും മത്സരിച്ച് വിജയിച്ചതോടെ, അതായത് പയ്യന്നൂരിലും തളിപ്പറമ്പ് വിജയിച്ചതോടെ പാർട്ടിക്കുള്ളിൽ വലിയ ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ചോദ്യം ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. പിണറായി വിജയൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് കിട്ടുന്നതെല്ലാം അടിച്ചെടുത്ത് കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ വിദേശത്ത് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു എന്ന് കൃത്യമായി ഇന്ന് ഏതൊരു CPM പ്രവർത്തകനും അറിയാം. കണ്ടില്ലേ, നിയമസഭയിൽ നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നുവെന്ന് G സുധാകരൻ പറയുമ്പോൾ അത് സത്യമാണ്. പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയുള്ള തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിയമസഭയിൽ VD സതീശൻ ഓരോന്നോരോന്ന് എണ്ണി പറയുമ്പോൾ മിണ്ടാതിരിക്കുകയാണ് പിണറായി വിജയൻ. ആർക്കും മിണ്ടാനില്ല. കാരണം പാർട്ടി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. ഇനിയൊരു പാർട്ടിക്ക് ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ അത്രയും ദയനീയമായിട്ടുള്ള പരാജയമാണ് പാർട്ടിക്കുണ്ടായിട്ടുള്ളത്. ഷോക്ക്. ആരും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായ പിണറായി വിജയനെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്താണോ ക്രൈം ആദ്യം തുടങ്ങി വെച്ചത്, എന്താണോ ക്രൈം പിണറായി വിജയനെ പറ്റി പറഞ്ഞത്, അത് 100% സത്യമാണെന്ന് ഇപ്പോൾ സാധാരണ പ്രവർത്തകർ പോലും മനസ്സിലാക്കി ഉറക്കെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നു. പിണറായി വിജയനെയും ഗോവിന്ദനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. പാർട്ടി അണികൾ ഇളകും, സത്യം മനസ്സിലാക്കും, പിന്നീട് കല്ലെടുത്തെറിയും. അങ്ങനെ ഒരു അവസ്ഥ പിണറായി വിജയന് വന്നു ചേരുമെന്ന് പറഞ്ഞത് വെറുതെയല്ല, അത് സത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ വിദേശ മന്ത്രാലയം കൂടെ അത് കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഊരാക്കുടുക്കിൽ നിന്ന് ഊരാക്കുടുക്കിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനും അതേപോലെ വീണ വിജയനും എന്നുള്ളതാണ് സത്യം. വേറൊരു വീണ ജോർജ് ഉണ്ട്, തട്ടിപ്പുകാരി, ഭൂലോക തട്ടിപ്പുകാരി. ഇപ്പോൾ മിണ്ടാനേ ഇല്ല. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ച് കോടാനുകോടി രൂപ തട്ടിപ്പ് നടത്തി ഇപ്പോൾ സസുഖം വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ജീവിക്കാനുള്ള പൈസ അവർ ഇതിനകം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. കമ്മീഷൻ വാങ്ങലാണ് ഇവരെ യഥാർത്ഥ പണി. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതിനാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയത്. നന്ദി, നമസ്കാരം.